ലച്ചു നോക്കി ചിരിക്കുന്നത് കണ്ടതും റോഷ്നി ലച്ചുവിനെ നിന്ന് കണ്ണു പൊറപ്പിച്ചു നോക്കി. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചിരി വരില്ലേ? റോഷ്നിയുടെ നോട്ടം കണ്ട് പിന്നിൽ നിൽക്കുന്നവരൊന്നും കേൾക്കാത്ത തരത്തിൽ അവൾ ഒരു രഹസ്യം പോലെ പറഞ്ഞു. ചിരിക്കാനുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് സെറ്റ് സാരി വേണ്ട. എന്നിടാൻ വേണ്ടി നല്ല നൈറ്റി വാങ്ങിയിട്ടുണ്ട് ഏട്ടത്തി, പ്ലീസ്. ഞാൻ തെറ്റോളാം. ബെഡിൽ കിടക്കുന്ന സാരിയിലേക്കും ആഭരണങ്ങളിലേക്കും മുല്ലപ്പൂവിലേക്കും ഒക്കെ വല്ലാത്തൊരു ഇഷ്ടക്കേരോടെ നോക്കിക്കൊണ്ടാണ് അവൾ പറച്ചിൽ. രാവിലെ മുതൽ ഈ നേരം വരെ മാറ്റി ഒരുങ്ങി നിൽക്കുവായിരുന്നു. ഇനിയും ഒരുങ്ങി കെട്ടി നിൽക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു മടുപ്പ്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ കുഞ്ഞി? ഇനി ഒരിക്കലും ഈ ദിവസം തിരിച്ചു കിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന്റെ മനോഹരത അത് വേറെയാണ്. നിന്നെ ഇന്ന് ഈ കോളത്തിൽ കാണാൻ വേണ്ടിയിട്ടാവില്ലേ ഏട്ടനിത് വാങ്ങിയിട്ടുണ്ടാവുക. ഏട്ടന്റെ ആഗ്രഹമല്ലേ, നീ സാധിച്ചു കൊടുക്ക്. ലക്ഷ്യ പറയുമ്പോൾ റോഷ്നി ഒരു നിമിഷം ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ചൂടെടുക്കുന്ന പോലെ. കുളി കഴിഞ്ഞ് അകത്തൊന്നും ഇടാതെ ആ സോഫ്റ്റ് നൈറ്റിട്ട് കിടക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സുഖം. ഞാൻ ഹരിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇട്ടിരിക്കുന്ന ഗൗൺ പൊക്കി പിടിച്ചുകൊണ്ട് റോഷ്നി തിരിഞ്ഞു നടന്നതും ലച്ചു ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്തു. ലച്ചു ഇങ്ങനെയൊക്കെ പറയാൻ കാണും വിധി അവർക്ക് ഈ പറഞ്ഞ ദിവസം കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ റയാൻഷ് കുറച്ചധികം ഫസ്റ്റ് നൈറ്റ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ദിവസം പോലെ ഒരിക്കലും ആവില്ലല്ലോ. അതിന്റെ ഒരു രസം വേറെയാണ്. ഹലോ ലച്ചൂട്ടി. ഫോൺ എടുത്തപാടെ ഹരിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. ലച്ചൂട്ടിയല്ല, കുഞ്ഞൂട്ടിയാണ്. ആ മറുപടിയിൽ അപ്പുറത്തുള്ളവൻ ചിരിക്കുന്ന ശബ്ദം റോഷനെ കേട്ടു. ആൾത്തിരി തിരക്കിലാണെന്ന് തോന്നുന്നു. നല്ല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് കുഞ്ഞൂട്ടി ഈ സമയത്തൊരു വിളി? എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കാനായോ? ഹരിയുടെ കുറുമ്പോടുള്ള ചോദ്യം റോഷനിയുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. ചുണ്ടിലൊരു നാണം കലർന്ന ചിരി വിരിഞ്ഞു. ബ്ലഷ് അടിക്കാതെ വിളിച്ച കാര്യം പറ. ഞാനിവിടെ ഇത്തിരി തിരക്കിലാണ്. റോഷനി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹരി കാര്യം പറഞ്ഞു. ഞാനിവിടെ ഏട്ടത്തിന്റെ റൂമിൽ കുളിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോഴാ ഹരിയുടെ ഒരു കസിൻസ് കയറി വന്നത്. അവർക്കൊക്കെ എന്നെ സെറ്റ് സാരി ഉടുപ്പിക്കണത്രേ. കുറെ മുല്ലപ്പൂവും കുപ്പിയുളയും മാലയും കമ്മലും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനെന്താ, അത് നല്ലതല്ലേ? അതൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയെ നിൽക്ക്, ഞാനിപ്പോ ഓടി വരാം. ഹരി തിരി രഹസ്യം പോലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. സാരി ഉടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ നൈറ്റി വാങ്ങിയത്? ആ ചോദ്യത്തിൽ ഹരി ശരിക്കും ഒന്നും ഞെട്ടി. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ അവൻ ഒരു നിമിഷം മൗനമായി നിന്നു. പറ ഹരി. സെറ്റ് സാരിക്ക് കൊടുത്ത് നിൽക്കുമ്പോ ചൂടെടുക്കും, എനിക്ക് വയ്യ. അതെടുത്ത് നിൽക്കാൻ. അതൊക്കെ ഉടുത്തെങ്ങനെ കിടക്ക? അത് പറയുമ്പോ പോലും റോഷ്നിക്ക് ചൂടെടുത്തു. അതിനാരാ സാരി കൊടുത്ത് കിടക്ക? അതൊക്കെ ഒരു ചടങ്ങല്ലേ. എല്ലാം അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ. നല്ല കുട്ടിയെ ആ സാരി എടുത്ത് റൂമിലേക്ക് ഇരിക്കെ. അപ്പോഴേക്കും ഞാൻ വരാം. എന്നിട്ട് ഞാനത് അഴിച്ചു തരാം. അവസാനത്തെ വാക്ക് അവൻ പറയുമ്പോൾ റോഷ്നി പതിഞ്ഞത് മൂളി. എന്നാ വെച്ചോ, ഞാൻ ഇത്തിരി തിരക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ ഓഫ് ചെയ്തു. റോഷ്നി ഫോൺ അവിടെ വെച്ച് ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. ഒന്ന് പോയി കുളിക്ക് റോഷ്നി. നിന്നെ ഒരുക്കിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ. രാവിലെ മുതലുള്ള ക്ഷീണമാണ്, ഒന്ന് ഉറങ്ങണം. ഹരിയുടെ വല്യമ്മയുടെ മൂത്ത മകളാണ്. റോഷ്നി അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. ക്ഷീണമുള്ളവരും മുറുക്കമുള്ളവരും ഒക്കെ പോയി ഉറങ്ങിക്കോ. എന്നെ ഒരുക്കാൻ എനിക്കാടെ ആവശ്യമില്ല ചേച്ചി. പിന്നെ എനിക്കുള്ളത്ര ക്ഷീണമൊന്നും നിങ്ങൾക്കുണ്ടാവില്ലല്ലോ, ഉണ്ടോ? റോഷ്നി തിരിച്ചു ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടിയില്ല. ശരിയല്ലേ, കല്യാണ പെണ്ണുള്ള ക്ഷീണമൊന്നും കല്യാണ ചെറുക്കിന്റെ കസിൻ സിസ്റ്റർക്ക് ഉണ്ടാവില്ലല്ലോ. ആ ചേച്ചിക്കാണെങ്കിൽ റോഷ്നി അത്ര വലിയ പരിചയമില്ല. അതിന്റെ ഉഴപ്പാണ്. ജാക്കറ്റും പാവാടയും തായും. ഞാൻ കുളിച്ചിട്ട് വരാം. ലച്ചൊരു നേരെ കൈ നീട്ടിക്കൊണ്ട് പറയുമ്പോൾ ലച്ചു ഒരു കള്ളച്ചിരിയുടെ പാവാടയും ബ്ലൗസും കൊടുത്തു. ആ ചിരി കണ്ടിട്ടും കാണാത്ത പോലെ റോഷ്നി ബാത്റൂമിന്റെ അകത്തേക്ക് കയറി. നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കുറച്ചധികം നേരം സമയമെടുത്ത് റോഷ്നി കുളിച്ചിറങ്ങി. ജാക്കറ്റും പാവാടയുമാണ് വേഷം. ഒരു ടവൽ കൊണ്ട് മുടി ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു ടവൽ മുന്നിലായി മാറും വയറും കാണാത്ത തരത്തിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. റോഷനി നേരത്തെ ഒരു ഡോസ് കൊട്ട ഹരിയുടെ കസിൻസ് ലച്ചുവിനോട് എന്തോ പറയുകയായിരുന്നു. ലച്ചു ഒരു ചിരിയോടെ അത് കേട്ടിരിക്കുന്നുണ്ട്. റോഷനി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ആ പെണ്ണ് പറഞ്ഞു വന്നത് നിർത്തി മിണ്ടാതെ നിന്നു. ഞാൻ റെഡി, ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. AC-യുടെ തണുപ്പ് കൂട്ടേട്ടത്തി. അതും പറഞ്ഞിട്ട് റോഷ്നി മിററിന്റെ മുന്നിൽ ചെയറിലേക്ക് ഇരുന്നു. ലച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റ് റോഷ്നിയുടെ അടുത്തേക്ക് നടന്നു. 5-6 പേരുണ്ടായിരുന്നതായിരുന്നു. എന്നാൽ 3 പേര് ഒന്നിനും നിൽക്കാതെ പുറത്തേക്ക് പോയി. ലച്ചുവും 2 പെൺകുട്ടികളും മാത്രമായി ആ റൂമിൽ. പക്ഷെ ലച്ചുവിനോ റോഷ്നിക്കോ അതിലൊരു പരാതിയും പരിഭവവും ഉണ്ടായിരുന്നില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആദ്യം മുടി ഉണക്കി, പിന്നെ മുഖം ഒന്നും മിനുക്കി, അതിനുശേഷം മിതമായ ആഭരണങ്ങളൊക്കെ ഇട്ട് സാരി ഉടുപ്പിച്ചു. വാവ്, അടിപൊളി. ഏറ്റവും അവസാനം മിറൽ നോക്കി റോഷ്നി തന്നെ അവൾ അഭിപ്രായം പറഞ്ഞു. അത്രയും നന്നായിരുന്നു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ സുന്ദരി. ഇനി ഞങ്ങൾ ഹരിയേട്ടനെ റൂമിലേക്ക് ആക്കിത്തരാം. കൂടത്തിൽ ഇത്തിരി ഇളയൊരു കുട്ടി പറഞ്ഞതും റോഷ്നി അവളുടെ താടിൽ പിടിച്ചെന്ന് വലിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനാ പെൺകുട്ടി ചിരിച്ചു. റോഷ്നിക്ക് പറ്റാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അവൾ അതിന്
അവർക്കും പറ്റാത്ത രീതിയിൽ മറുപടി കൊടുക്കും. അത്രയുള്ളൂ. റോഷ്നി കാണുന്ന പോലെ അത്ര പ്രശ്നക്കാരിയില്ലെന്ന് ആ പെൺകുട്ടികൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. ഹരിയേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായി. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. ആ പെൺകുട്ടികൾ ഒരു നാണച്ചീരിയോടെ പറയുമ്പോൾ റോഷ്നിക്ക് നാണമൊന്നും വന്നില്ല. അവളൊരു കൂസാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു. ആ നടപ്പ് കണ്ടപ്പോഴാണ് ലച്ചു ഒരു ചിരി വന്നത്. ഹരിയുടെ റൂമിന്റെ വാതിൽ വരെ ആ 3 പെൺകുട്ടികളാണ് കൊണ്ടുചെന്നാക്കിയത്. ലച്ചു എന്തോ പോയില്ല, ഒരു മടി. റോഷ്നി ആലോചിച്ചിട്ടല്ല, മറിച്ച് ഹരിയെ കണ്ടാലൊന്നൊരു മടി. റോഷ്നി പോയതും ലച്ചു നേരെ താഴേക്ക് പോയി. എല്ലാവരും ഹാളിലുണ്ട്. ബാക്കി വന്ന ഭക്ഷണത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്. അവരൊക്കെ കുറച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോകും. ആരും അവിടെ നിൽക്കില്ല. ഞാൻ വിളിക്കാം, ബാക്കിയൊക്കെ അതുപോലെ ചെയ്യാം. റയാൻഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയ ലച്ചു നേരെ റയാൻഷിന്റെ നേരെ നടന്നു. ഉറങ്ങിയില്ലേ? ഫോൺ കട്ടാക്കി അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ റയാൻഷ് ചോദിച്ചു. അതിനിടയിൽ എല്ലാരും അവരോട് യാത്ര പറഞ്ഞു. എല്ലാരും പോയ ശേഷം താഴേക്കുള്ള വാതിലൊക്കെ ലോക്കാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് രണ്ടുപേരും അവളുടെ റൂമിലേക്ക് നടന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും റൂമിലെ സെറ്റിലിരുന്ന ഫോണിൽ നോക്കുന്ന ഹരി മുഖം ഉയർത്തി അങ്ങോട്ട് നോക്കി. ഡോർ തുറന്നതും മുൻപിൽ റോഷ്നി കയ്യിൽ ഒരു ഗ്ലാസ് പാലും പിടിച്ച് സെറ്റ് സാരി കൊടുത്ത് സുന്ദരിയായി. ഹരിയേട്ടാ, ഭാര്യയെ സുന്ദരിയാക്കി ഒരുക്കി തന്നതിന് ചിലവ് വേണം. വാതിലിന്റെ പുറത്തുനിന്ന് അവന്റെ കസിൻസ് വിളിച്ചു പറയുമ്പോൾ ഹരി മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. റോഷ്നി റൂമിലേക്ക് കയറിയതും ആ പെൺകുട്ടികളിൽ ഒരാൾ വാതിലടച്ചു. റോഷ്നി മുഖം ചെരിച്ചുകൊണ്ട് അതൊന്ന് നോക്കിയ ശേഷം ഡോർ ലോക്കാക്കി. ഞാൻ മാത്രം മണിഞ്ഞൊരുങ്ങി വന്നാ മതിയോ? ഹരി ഇതെന്തൊരു ലുക്കിലാ? കയ്യിലുള്ള ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് റോഷ്നി പറയുമ്പോൾ ഹരി അവിടെ നിന്നും കണ്ണുകൾ മാറ്റി സ്വയം വന്ന് നോക്കി. ഒരു ഷോർട്ട്സ് സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് അവന്റെ വേഷം. ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? ഹരി ഒരു ചിരിയുടെ റോഷ്നിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. നല്ലതൊക്കെയാണ്, പക്ഷേ എന്റെ അത്ര നന്നായിട്ടില്ല. ഞാൻ ഹരി ഒന്നുകൂടെ ഒരു ലുക്കിൽ പ്രതീക്ഷിച്ചു. എന്നെ ഇങ്ങനെയൊക്കെ ഒരുക്കിയ സ്ഥിതിക്ക് ഹരിക്കൊരു മുണ്ട് ഷർട്ടും ആകാമായിരുന്നു. എന്റെ മാത്രം ഫസ്റ്റ് നൈറ്റ് അല്ലല്ലോ. റോഷ്നി പറയുമ്പോൾ അവൾ പറയുന്നതിലും ശരിയുണ്ടല്ലോ എന്നൊരു ചിന്തയിൽ ഹരി മിണ്ടാതെ നിന്ന് റോഷ്നി ചുറ്റും നോക്കി. ഈ റൂമിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോ അതുപോലെയല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പെയിന്റിങ് മാറ്റിയിട്ടുണ്ട്, കട്ടൻ മാറ്റിയിട്ടുണ്ട്, ഫർണിച്ചറുകൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവന്റെ ചോദ്യം. നന്നായിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടുണ്ട്. ഹരി ഈ കളർ കോംബ് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ചെയ്തു വന്നപ്പോ കാണാൻ ഭംഗിയുണ്ട്. റോഷ്നി ചുറ്റും നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഹരി അവളേക്ക് ഒന്നുകൂടെ ചേർന്ന് നീന്നു. റോഷ്നി നിളകിയാൽ അവിടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന രീതിയിൽ അത്രയടുത്ത്. ഞാൻ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരണോ? റോഷ്നിയുടെ കവിളിലേക്ക് വീണ് കിടക്കുന്ന മുടിയിലകളെ ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് ആർദ്രമായ ശബ്ദത്തിൽ അവൻ ചോദിക്കുമ്പോൾ റോഷ്നിയുടെ ശരീരം ഒന്ന് കുളിരിക്കോരി. അവരെ നിശ്വാസമുള്ള രോമങ്ങളെ വരെ എഴുന്നേൽപ്പിച്ചതുപോലെ ഒരു കുളിര്. റോഷ്നി മറുപടിയൊന്നും പറയാതെ വേണ്ടെന്ന മുഖം ചലിപ്പിച്ചു. എന്നാ കിടന്നാലോ? ഹരി വീണ്ടും ആർദ്രമായ ശബ്ദത്തിൽ രഹസ്യം പോലെ ചോദിച്ചു. റോഷ്നി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ശ്വാസം എടുക്കുമ്പോൾ ഇതുവരെ അവനിൽ നിന്നും കിട്ടാത്തൊരു ഗന്ധം, ആഞ്ഞു വലിക്കാൻ തോന്നുന്ന ഒരു ഗന്ധം. റോഷ്നി ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നതും ഹരിയുടെ 2 കൈകളും റോഷ്നിയുടെ ഇടുപ്പിനെ വലയും വെച്ചു. റോഷ്നിയുടെ കൈകൾ രണ്ടും അവരെ നെഞ്ചിലായി അമരുകയും ചെയ്തു. ക്ഷീണമുണ്ടോ? റോഷ്നിയുടെ ഇടുപ്പിലിരിക്കുന്ന കൈകൾ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ഹരി ചോദിക്കുമ്പോൾ റോഷ്നി ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. ഹരിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവരൊന്നുകൂടെ റോഷ്നി അവനിലേക്ക് അമർത്തിയതും റോഷ്നി 2 കൈകൾ കൊണ്ടും അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഹരിയുടെ മുഖം റോഷ്നിയുടെ പിൻകഴുത്തിലെ സൈഡിലായി അമർന്നു. നല്ല മുല്ലപ്പൂവിന്റെ ഗന്ധം അവന്റെ മൂക്കിലേക്ക് കയറി. വാം. ഹരി സെറ്റിയിലേക്ക് ഇരുന്നു. അപ്പം റോഷ്നി അവന്റെ മടിയിലേക്ക് ഇരുത്തുകയും ചെയ്തു. റോഷ്നി ഒന്ന് സൈലന്റ് ആയതുപോലെ, കുറെ സംസാരിക്കുന്നവളൊന്നും മിണ്ടാനില്ലാത്ത പോലെ മൗനമായി. ഹരിയാണെങ്കിൽ ആ മൗനം ആസ്വദിക്കുന്ന പോലെ. ഫോട്ടോ ഒക്കെ കിട്ടി, കാണോ? എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത ഒരു പകപ്പ് ഹരിയുടെ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം 2 പേരും കുറെ ദിവസങ്ങളായി കാണുന്നതാണെങ്കിലും ആ നിമിഷം വന്നെത്തിയപ്പോൾ ആകെ ഒരു വിറയിൽ, ടെൻഷൻ, പേടി, അങ്ങനെയൊക്കെ. റോഷ്നി അതിന് പതിഞ്ഞെന്ന് മൂളി. ആ മൂളലും അവന്റെ മടിയിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത് കണ്ടതും ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ സെറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്തു. എല്ലാം ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് മാത്രം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒഴിവ് പോലെ തരും. ആൽബത്തിലേക്ക് വേണ്ടതൊക്കെ നീയും കൂടെ സെലക്ട് ചെയ്തിട്ട് മതിയെന്ന് തോന്നി. ഹരി പറയുമ്പോൾ റോഷ്നി അതിന് മൂളി. ഒപ്പം അവന്റെ മടിയിലേക്ക് ഒന്നുകൂടെ കയറിയിരുന്നു. കാലത്തറയിലായിരുന്നില്ല, സെറ്റിൽ തന്നെ നീട്ടി വെച്ചിരിക്കുകയാണ്. ഹരി ഫോൺ ഓണാക്കി ഓരോ ഫോട്ടോസും റോഷ്നിയെ കാണിച്ചു. അവർ 2 പേരും കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് വന്നതും 2 പേരും പരസ്പരം നോക്കി. റോഷ്നിയുടെ ചുണ്ടിൽ പതിയെ ചുണ്ടമർത്തുന്ന ഹരി. 2 പേരുടെയും കണ്ണുകൾ അടഞ്ഞിട്ടുണ്ട്. ഹരിയുടെ ഒരു കൈ റോഷ്നിയുടെ ഇടുപ്പിലും ഒരു കൈ റോഷ്നിയുടെ തലയ്ക്ക് പിന്നിലുമാണ്. റോഷ്നിയുടെ 2 കൈകളും ഹരിയുടെ പിന്നിൽ അള്ളി പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ടല്ലേ?
ഹരി ആ ചിത്രത്തിലേക്ക് നോക്കി പതിയെ ചോദിച്ചു. റോഷ്നി അതിലേക്ക് നോക്കിയെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. എന്തോ അപ്പോഴൊന്നും തോന്നാത്ത നാണം ഇപ്പൊ തോന്നും. അന്നേരം ഒന്നും തോന്നിയിരുന്നില്ല. പറയുന്നതിനൊക്കെ ഒരു മടിയുമില്ലാതെ നിന്നു കൊടുത്തു. പക്ഷെ ഇപ്പോ ഇങ്ങനെ കാണുമ്പോ എന്തോ പോലെ. അന്നേരം എല്ലാരും നോക്കി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഫീൽ കിട്ടിയില്ല. ഇപ്പൊ ഒന്നുകൂടെ നോക്കിയാലോ? തൊട്ടടുത്ത് കാണുന്ന റോഷ്നിയുടെ മുഖം അവന് നേരെ തിരിച്ചുകൊണ്ട് ഹരി പതിയെ രഹസ്യം പോലെ അവളെ ചെവിയിൽ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിന് ചോദിച്ചു. റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അപ്പം വലത്തെ കൈകൊണ്ട് ഹരി ഷോൾഡറിൽ അമർത്തി പിടിച്ചു. പറ, ഒന്നുകൂടെ നോക്കിയാലോ? ഇത്തിരി സമയമൊക്കെ എടുത്ത്. ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചിരിക്കുന്നവളെ ചുണ്ടിൽ പതിയെ തഴുകിക്കൊണ്ടാണ് അവന്റെ ചോദ്യം. റോഷ്നി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവളെ ചുണ്ടുകൾ അവൾ മനഃപൂർവ്വം ഒന്ന് അകത്തി കൊടുത്തു. ഇതിന്റെ കുഞ്ഞിയല്ല, എന്റെ കുഞ്ഞ് ഇങ്ങനെയല്ല. ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഇതിപ്പോ എന്റെ മുന്നിൽ വേറെ ആരും ഇരിക്കുന്ന പോലെ. ഹരി റോഷ്നിയുടെ കവളിലൂടെയും മൂക്കിലൂടെയും ചുണ്ടിലൂടെയുമൊക്കെ വിരൽ ഓടിച്ചാണ് ചോദിക്കുന്നത്. റോഷ്നി കണ്ണുകൾ തുറന്ന് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എന്താ പോലെ ആവുക, മടി തോന്നാ. അത് പറയിലും മുഖം ഹരിയുടെ കഴുത്തിടുക്കിലേക്ക് അമർത്തി വെച്ചു. ഹരി അവളെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു. ചിരിക്കേണ്ട, എനിക്ക് ഓരോന്നൊക്കെ ആലോചിച്ചപ്പോ ആക്കം മടി. അയ്യേന്നൊക്കെ. റോഷ്നി ഹരിയുടെ ചിരി കണ്ടപ്പോൾ അവന്റെ കഴുത്തിൽ പതിയെന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി അവന്റെ കഴുത്ത് പതിയെന്ന് ഇളക്കി. ഒപ്പം രണ്ട് കൈകൾ കൊണ്ടും അവളെ നിന്ന് മുറുക്കി പിടിച്ചു. മടിയൊന്നും വേണ്ട, ഒരിക്കലും മടി വേണ്ട. ഇങ്ങനെയൊക്കെയല്ല എല്ലാവരും. എനിക്ക് എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കുഞ്ഞിയെ മതി. ഞാനൊരു ഉമ്മ തന്നാൽ 100 ഉമ്മ തിരിച്ചു തരുന്ന കുഞ്ഞി, ആ കുഞ്ഞിയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഈ നാണവും പിടിച്ച് കുലുങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ എനിക്കാൻ വേണ്ട. ഹരി ചീരിയോടെ പറയുമ്പോൾ റോഷ്നി ഒരു ചീരിയോടെ അവരെ നോക്കി. ലൈറ്റ് ഓഫ് ചെയ്താലോ? പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ഇതുവരെ മുറങ്ങിയില്ലെന്ന് കരുതും. ഓഫ് ആക്കാം അല്ലേ? ഹരി കട്ടൻ കൊണ്ട് മറിച്ച് ജനൽ ഭാഗത്തേക്ക് നോക്കി പറയുമ്പോൾ റോഷ്നിയുടെ നോട്ടും അങ്ങോട്ട് പോയി. ശരിയാണ്, ഇന്നത്തെ ദിവസം എല്ലാരും ഒരുപോലെ ലൈറ്റ് കണ്ടാൽ അവിടെ റൂമിലേക്ക് ശ്രദ്ധിക്കലോ. റോഷ്നി അതിന് തല കുലുക്കി. ഒപ്പം അവന്റെ മടിയിൽ നിന്നിറങ്ങി. എന്നാൽ ഹരി അതിന് സമ്മതിക്കാതെ അങ്ങനെ റോഷ്നി അവന്റെ കയ്യിലായി കോരിയെടുത്തു. ലൈറ്റ് ഓഫ് ചെയ്യ്. ഹരി പറഞ്ഞതും അവന്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ റോഷ്നി കൈ എത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. റൂമിൽ എസിയുടെ വെളിച്ചവും ഡിം ലൈറ്റിലും മങ്ങിയ നീല നിറവും നിറഞ്ഞു നിന്നു. ഹരി ബെഡിലേക്ക് നടക്കുമ്പോൾ അവന്റെ നോട്ടം അത്രയും അവന്റെ കയ്യിൽ കിടക്കുന്നവളിലായിരുന്നു. ഉറങ്ങണ്ടേ? റോഷ്നി ബെഡിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് ഹരി ചോദിച്ചതും റോഷ്നി ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഹരി എസി കൂട്ടിയിട്ട് ബെഡിലേക്ക് കിടന്നു. കാലിന് ചുവട്ടിൽ കിടന്നിരുന്ന പുതപ്പ് കൊണ്ട് 2 പെടയും കഴുത്ത് വരെ ഇട്ടു. മലർന്ന് കിടന്നവൾ മുഖം ചേരിച്ചുകൊണ്ട് അവനെ ഒരു നോട്ടം നോക്കി. നിന്റെ ടെൻഷൻ എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പേടിക്കണ്ട, ഉറങ്ങിക്കോ. നമുക്ക് വേറൊരു ദിവസം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. റോഷ്നിയുടെ വലത്തെ നെറ്റി സൈഡിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഹരി പറഞ്ഞു. ഒപ്പം ഉറങ്ങാനെന്ന പോലെ കണ്ണുകൾ രണ്ടും മടക്കുകയും ചെയ്തു. എന്നാൽ റോഷ്നിയുടെ കണ്ണുകൾ കൂടുതൽ വിടരുകയാണ് ചെയ്തത്. എത്ര ആഗ്രഹിച്ച ഒരു നിമിഷമാണിത്. ഈ രാത്രി എത്ര തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. രാത്രി ഓരോ തമാശ പറഞ്ഞ് ചിരിച്ച് എല്ലാ രീതിയിലും ഒന്നായി സ്നേഹിച്ച് പുലർന്നു കിടക്കുന്ന രാത്രി. അതായിരുന്നു മനസ്സിൽ. എന്നാൽ ഹരി അവന്റെ നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് വല്ലാത്തൊരു പരിഭവത്തിൽ അവൾ വിളിച്ചു. ഹരി ഉള്ളിൽ ഊറിയ ചിരി പുറത്തേക്ക് കാണിക്കാതെ കണ്ണുകൾ തുറന്ന് നെറ്റി ചുളിച്ചിട്ട് അവളെ നോക്കി. വീട് മാറിയിട്ട് ഉറക്കം വരുന്നില്ലേ? ഹരി സംശയത്തോടെ ചോദിച്ചതും റോഷ്നി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് നോട്ടം നോക്കി. ഇന്നത്തെ ദിവസം നമുക്കിനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല ഹരി. അതിനെന്താ? ഹരിക്ക് യാതൊരു കൂസലുമില്ല. അവൻ ആഗ്രഹിക്കുന്ന കാര്യം അവളായി പറയട്ടെ. നാണം കുണുങ്ങി പതിഞ്ഞു കിടക്കുന്ന റോഷ്നി അവന് വേണ്ട. നാണമില്ലാതെ അവന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന റോഷ്നിയെ മതി അവന്. അതിന് പേടിയാണ് ഇങ്ങനെയൊക്കെ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് ഹരി. അതെനിക്കറിയാലോ. പക്ഷെ നിനക്കല്ലേ നാണം, മടി, പേടിയൊക്കെ? അതൊക്കെ മാറിയിട്ട് പതുക്കെ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല. ഹരി പറയുമ്പോൾ റോഷ്നി ഇനിയിപ്പോൾ എന്താ പറയുക എന്ന പോലെ അവനെ നോക്കി. പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാം. റോഷ്നി ഹരിയുടെ നേരെ ഒന്നുകൂടെ ചേർന്ന് കിടന്നു. അപ്പം കൈയെടുത്ത് അവന്റെ വയറുകളെ ചുറ്റിപ്പിടിച്ച് മുഖം അവന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. ഹരിയുടെ ചുണ്ടിൽ ഭംഗിയുള്ള ഒരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ഈ ദിവസം നമ്മൾ ഒത്തിരി സ്വപ്നം കണ്ടതല്ലേ ഹരിക്കുട്ട, ഉറങ്ങി തീർക്കണ്ട. ഹരിയുടെ നെഞ്ചിൽ താടി കുത്തിയവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടൊരു പറച്ചിൽ. ഹരിയുടെ ചുണ്ടിലെ ചിരിക്ക് മാറ്റുകൂടി. ആ ചിരിയോടെ തന്നെ അവൻ മുഖം താഴ്ത്തി റോഷ്നിയുടെ ചുണ്ടുകളെ മുഴുവനായി നുണഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു.